ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിമനോഹരമായ പൂക്കളുള്ള ഒരു വള്ളിച്ചെടി ഞാൻ നട്ടു വളർത്തിയ ഒരു രീതിയാണ്. വെള്ള നിറത്തിലുള്ള അത്യാവശ്യം വലിപ്പമുള്ള ഒരു പൂക്കളാണ് ഈ ഒരു പ്ലാന്റിൻ്റേത്. ഈ പ്ലാന്റിൻ്റെ പേര് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, തൺബർജിയ ഫ്രാഗ്രൻസ് എന്നാണ്. നമ്മൾ ഈ ഒരു പ്ലാന്റ് ഒരിക്കൽ കൊണ്ടുവന്ന് നട്ടിട്ട് പിന്നെ ഇത് വേരൊക്കെ പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊരിക്കലും പോകത്തില്ല. അത്രയ്ക്കും നല്ല ഒരുപാട് കാലം നിൽക്കുന്നൊരു പ്ലാന്റാണിത്. എന്നാൽ നമ്മൾ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് ഇതിന് ഓവറായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ അതിൻ്റെ തണ്ടൊക്കെ പെട്ടെന്ന് അഴുകിപ്പോകും. അതുകൊണ്ട് ഈ പ്ലാന്റിന് ഒരിക്കലും നമ്മൾ ഓവറായിട്ട് വെള്ളം കൊടുക്കരുത്. ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ കൊടുക്കാവൂ. ഈ പ്ലാന്റ് നടുന്ന വിധം നമുക്കൊന്ന് കാണാം. അതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. ഈ പ്ലാന്റിൻ്റെ മുട്ടുകൾ കണ്ടില്ലേ, ചെറിയ കുറേ മുട്ടുകളുണ്ട്. ഇത് നടാനായി ഞാൻ PVC പൈപ്പ് എടുത്തു. അതിൻ്റെ രണ്ട് സൈഡിലും ഫ്ലെക്സ് കിക്ക് അപ്ലൈ ചെയ്തിട്ട് അതിൽ ഞാൻ കയറിങ്ങനെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് യൂസ് ചെയ്താണ് നമ്മളിത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു പോട്ട് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പോട്ടാണ്. ഈ ഒരു പോട്ടിനുള്ളിലേക്ക് കയറി ചുറ്റിയ PVC പൈപ്പ് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഒരു അല്പം മണ്ണിട്ട് കൊടുക്കുക. മണ്ണ് ഞാൻ ചെറുതായിട്ടൊന്ന് വെള്ളം ചേർത്ത് നനച്ച് കൊടുത്തിട്ടുണ്ട്. ഈ മണ്ണിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നന്നായിട്ട് ഈ ഒരു പൈപ്പ് ഒന്ന് ഉറപ്പിച്ച് കൊടുക്കണം. ഇതിൻ്റെ മുകളായിട്ട് നമുക്കിനി സാധാരണ നന്നായിട്ട് ഇടഞ്ഞ പൊടിമണ്ണും ഇട്ട് കൊടുക്കാം. എങ്ങനെയായാലും ഈ ഒരു പൈപ്പ് ഈ ഒരു പോട്ടിൻ്റെ ഉള്ളിലെ മണ്ണിൽ നന്നായിട്ട് തറഞ്ഞ് നിൽക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വീഴാത്ത രീതിയിൽ വേണം നമ്മൾ നന്നായി ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിൽ പ്ലാന്റ് എങ്ങനെയാണ് നടുന്നതെന്ന് കാണാം. പ്ലാന്റ് നടുന്നതിന് തൊട്ട് മുൻപായിട്ട് അതൊന്ന് നനച്ച് കൊടുക്കാം. നമുക്ക് മണ്ണൊന്ന് നനയണം. ഇതിലെ പൂക്കളെല്ലാം പൊഴിഞ്ഞ് കഴിയുമ്പം കായുണ്ടാകും. ആ ഒരു പച്ചക്കായാണിത്. കായ് ഉണങ്ങി കഴിയുമ്പം അതിൻ്റെ അകത്ത് വിത്തുകളൊക്കെ ഉണ്ടാകും. ഏകദേശം 4 വിത്തുകളുണ്ട്. ഇപ്പം ഞാനതിൻ്റെ തണ്ടും കട്ട് ചെയ്തിട്ടുണ്ട്. ഈ തണ്ടാണ് നമ്മൾ നടാൻ പോകുന്ന. മണ്ണൊന്ന് നീക്കി കൊടുത്തതിന് ശേഷം തണ്ടുകളൊന്ന് അകത്തി നടുക. ഇതിൻ്റെ ചുറ്റും നട്ടു കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും നടുമ്പോഴും യൂസ് ചെയ്യുന്നില്ല. അതിനുശേഷം നന്നായിട്ട് വേരൊക്കെ പിടിച്ച് ഇലകളൊക്കെ വന്നതിന് ശേഷം മാത്രം ചാണകവെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. അത് മാത്രമേ വളമായിട്ട് കൊടുക്കുന്നുള്ളൂ. ഇപ്പം നിങ്ങൾ കാണുന്നത് ഈ ഒരു പ്ലാന്റ് നട്ടിട്ട് 3 മാസമായപ്പോൾ ഉള്ള ഒരു വളർച്ചയാണ്. ഈ പ്ലാന്റ് ഈ രീതിയിൽ സെറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഗുണം, ഇത് നമുക്ക് എങ്ങോട്ട് വേണേലും മാറ്റി വെക്കാൻ പറ്റും. സിറ്റ് ഔട്ടിലോട്ടൊക്കെ മാറ്റി വെക്കാം. എന്നാൽ അത്യാവശ്യം വെയിൽ കിടക്കുന്ന ഒരു സ്ഥലത്ത് വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ മുറ്റത്തൊക്കെ ഈ പ്ലാന്റ് നടുവാണെങ്കിൽ ഇത് പടർന്ന് വളരുന്നൊരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് പടർന്ന് വല്ലാണ്ട് നിൽക്കും. ഈ പ്ലാന്റിന് വൈറ്റ് ലേഡി എന്നും പേരുണ്ട്. ഒരുപാട് കെയറിങ്ങൊന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണ്. എല്ലാവർക്കും ഇത് നട്ടു വളർത്താം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയുമായി കാണാം.